പകൽ സെൻറ് തെരേസാസ് ദേവാലയത്തിലെ KLCAയുടെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അത് സംബന്ധിച്ച വിവരം നിങ്ങൾക്ക് നൽകുന്ന ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനലാണ്. ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ KLCAയുടെ പ്രോഗ്രാം വിഷ്വൽ ചെയ്യാം. KLC എന്ന സംഘടന നമ്മുടെ ഇടവകയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. കേരളത്തിൽ എല്ലായിടത്തും പ്രവർത്തനക്ഷമമായി ഉള്ള ഒരു സംഘടനയുമാണ്. നമുക്കറിയാം, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള സംഘടനകൾ വലിയ തോതിൽ പങ്കുവഹിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് മുനമ്പത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വഖഫ് ഭൂമിയുമായി പ്രഖ്യാപിക്കപ്പെട്ട നമ്മുടെ ആളുകളുടെ ഇടവക ദേവാലയം ഉൾപ്പെടെയാണ് വഖഫ് ഭൂമിയാണ് പറഞ്ഞതിൽ പ്രശ്നമുണ്ടാക്കിയത്. പരിപൂർണ്ണമായിട്ട് ഇത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിനെല്ലാം വേണ്ടിയിട്ട് ശക്തമായി നിലകൊണ്ടത് KLC എന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ അതുപോലെ തന്നെ നാം ഇനിയും ശബ്ദമുയർത്തേണ്ട മറ്റൊരു കാര്യമാണ് JB കോശി കമ്മീഷൻ. അതിൻ്റെ റിപ്പോർട്ട് ഇതുവരെയും ഈ സർക്കാർ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്, പുറത്തുവിട്ടിട്ടില്ല. പുറത്തുവിട്ടാൽ ആ ഡിമാൻഡൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്ന കരുതിക്കൊണ്ട് ഒരു സൗകര്യപൂർവ്വം എല്ലാം പൂഴ്ത്തിവെച്ചിരിക്കുക. ഈ സർക്കാരുകളൊക്കെ ഘടന നയമാണ് എപ്പോഴും കാണിക്കുന്നത്. ഏത് സർക്കാർ വന്നാൽ അത് LDF ആയാലും വേണ്ടില്ല, UDF ആയാലും വേണ്ടില്ല, ഇവിടെ വിട്ട് ആർക്കൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത്. അപ്പോൾ അതിനൊക്കെ പ്രതികരിക്കാനായിട്ട് ഉത്തരവാദിത്വമുണ്ട്. അതിനുവേണ്ടിയൊക്കെയാണ് നാം ഇങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയും നടത്തിക്കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നാം ബോധവാന്മാരേണ്ട ദിനം കൂടിയാണെന്ന് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി KLCയുടെ ഈ പതാക ഞാൻ ഉയർത്തുകയാണ്. ജയ് ജയ് KLCA, ജയ് ജയ് KLCA, ജയ് ജയ് KLCA. ബഹുമാനപ്പെട്ട വികാരിയച്ച, ബഹുമാനപ്പെട്ട ഷൈലേന്തി, സ്നേഹമുള്ള സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഇന്നത്തെ ദിവസം പ്രത്യേകമായി നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ ദ്വിതീയ അപ്പോസ്തലനായ ഫ്രാൻസിസ് സേവ്യറിന്റെ ഫീസ്റ്റ് ഡേക്ക് ശേഷമുള്ള ദിനം KRCC പ്രഖ്യാപിച്ചിരിക്കുന്ന സമുദായ ദിനമാണ്. ആ സമുദായ ദിനത്തില് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രൂപതയിലെ DCMS-ഉം KLCയും രണ്ടായിട്ട് പ്രവർത്തിക്കുമെങ്കിലും പൊതുവായി ആവശ്യം വരുമ്പോൾ KRCC കൂടിക്കഴിഞ്ഞാൽ ഒന്നിച്ചാണ് അണിനിരക്കുന്നത്. നമ്മളെല്ലാവരും കൂടി ചേർന്ന് സമുദായ ദിനത്തിന്റെ ആഘോഷപരമായ തുടക്കം കുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വികാരിച്ചൻ പതാക ഉയർത്തിയുണ്ടായി. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. അച്ഛൻ സൂചിപ്പിച്ചു മുൻപ് സംഭവമൊക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ KLCയുടെ പ്രവർത്തനം? ഒത്തിരി നീളുന്ന പ്രശ്നങ്ങളെ ലത്തീൻ കത്തോലിക്കർക്കുണ്ട്. പലരും സൂചിപ്പിച്ചു JB കമ്മീഷൻ അവർ പൂർത്തിവെച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം ഒരു പരിഹാരം കഴിവാൻ നാം എല്ലാവരും ഒന്നിച്ച് അണിനിരക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ സമുദായ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി. തുടർന്ന് നമ്മുടെ KLCയിലെ പ്രവർത്തന ഫണ്ടിന്റെ ഉദ്ഘാടനം പ്രിയ ബഹുമാനപ്പെട്ട ഷേല ആന്റി നിർവഹിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട അച്ഛന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. താങ്ക് യു ഷേല ആന്റി. ഇടവക KLC യൂണിറ്റ് ട്രഷറർ സജി കൊച്ചുവട്ടിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ, നമ്മുടെ ഈ പരിപാടി ഏറ്റവും ഗംഭീരമാക്കാനായിട്ട് നമ്മുടെ ഏറ്റവും അധികം ഇവിടെ ആണ് അച്ഛന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡിവിഷൻ പ്രസിഡന്റ് ശ്രീ ജോസഫ് സെബാസ്റ്റ്യൻ, അദ്ദേഹമാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ അവസരത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ എബി കുന്നപ്പറമ്പിലാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹത്തിന് തിരക്കുകൾ നമുക്കറിയാം. ഈ പ്രാവശ്യമുള്ള ഇലക്ഷൻ അദ്ദേഹം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എത്തിപ്പെട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹപൂർണ്ണമായ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രവർത്തന ഫണ്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് മുന്നോട്ട് വന്ന ഷേർലി ആൻറ്റിക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈ പരിപാടി വിജയിക്കാനായിട്ട് ഇവർ കൂടി വന്നിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.